Dear students, welcome to 7th standard English lesson. Today I am going to take unit first, Nature's Plenty. So I already given to you as a homework. So some of the students you have showed it. So the picture is this. I will just show to you. This is the picture. So I told you the homework was to find out what is there in that picture. So many students have written the answer very nicely, the animals, birds, etc. Now let us see. Let us begin the unit. Here there is newspaper clipping. Here is a newspaper clipping. Read it carefully. സോ ഈ പേജിൽ നേച്ചേഴ്സിനെ പറ്റിയിട്ട് ഒരു ക്ലിപ്പിംഗ് വന്നിട്ടുണ്ട്. ഒരു കുട്ടി, ജാർഖണ്ഡിൻ്റെ ഒരു കുട്ടി, ഓൾ എത്രമാത്രം പ്രകൃതി സ്നേഹിക്കുന്നോ അതാണ് ഓൾ എന്തെല്ലാം ചെയ്തു, പ്രകൃതിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എൻ്റെ ചെറിയ ഒരു ക്ലിപ്പിങ്സ് ഈ ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ് മീ റീഡ് ദിസ്. ഓക്കെ. നേച്ചേഴ്സ് ഡോട്ടർ. സോ ആ കുട്ടീനെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? നേച്ചേഴ്സ് ഡോട്ടർ, പ്രകൃതിയുടെ മകൾ. ജാർഖണ്ഡ് എന്ന സ്ഥലത്തിൽ വെച്ച് ലിവിങ് ക്ലോസ് ടു നേച്ചർ ഈസ് ലിവിങ് ലൈഫ് ഇൻ ഫുൾ. സോ ഞങ്ങൾ പ്രകൃതിയോട് എത്രമാത്രം സ്നേഹിക്കുന്നോ അത്ര ക്ലോസ് ആയിട്ട് ഞങ്ങൾ നേച്ചറിൽ അടുപ്പമുണ്ടെന്ന് കാണിക്കുന്നു. ഹിയർ ഈസ് ദ സ്റ്റോറി അബൌട്ട് സൂര്യമണി. Suryamani's story will definitely be an eye-opener to those who deliberately walk away from nature. So സൂര്യമണിൻ്റെ സ്റ്റോറി ഇവിടെ ചിലർക്ക് ഇറ്റ് ഈസ് എ ഐ ഓപ്പണർ. മീൻസ് വാട്ട് ഐ ഓപ്പണർ മീൻസ്? ചിലർ പ്രകൃതിനെ സ്നേഹിക്കുന്നില്ല. ചിലർ മേ ബി ഫോർ എക്സാമ്പിൾ ഇഫ് വെറുതെ വാട്ടർ വേസ്റ്റ് ആണ്, പക്ഷെ ഞങ്ങൾ ടാപ്പ് ക്ലോസ് ചെയ്യുന്നില്ല. വെറുതെ ക്ലാസ് റൂമിൽ, വീട്ടിൽ വെറുതെ ഫാൻ ഓർ ബൾബ് കത്തുന്നുണ്ട്, അത് ഞങ്ങൾ സ്വിച്ച് ഓഫ് ആക്കുന്നില്ല. സോ ദറ്റ് ഈസ് ഓൾ വേസ്റ്റേജ്. സോ അങ്ങനത്തെ ആൾക്കാർക്ക് നേച്ചർ ദേ ആർ നോട്ട് ലവിങ് നേച്ചർ. സോ ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് നേച്ചർ. ഫോർ ദീസ് പീപ്പിൾ, ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ഐ ഓപ്പണർ, ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒരു നല്ല പാഠമാണ് ആരുടേത്? സൂര്യമണീസ്. സോ ഡെലിബറേറ്റ്ലി വാക്ക്. ഡെലിബറേറ്റ്ലി മീൻസ് പർപ്പസ്ഫുള്ളി. വേണമെന്ന് ഒരു കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ചെയ്യില്ല. ദേ ആർ ഡെലിബറേറ്റ്ലി വാക്ക് അവേ ഫ്രം നേച്ചർ. പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സൂര്യമണി ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ്. ആക്ടിവിസ്റ്റ് മീൻസ് ഫൈറ്റിംഗ് ഫോർ. സൂര്യമണി ഒരു ട്രൈബൽ നേച്ചർ ആക്ടിവിറ്റീസ്. സൂര്യമണി ഒരു നല്ല ഒരു റിച്ച് ഫാമിലിയിൽ വന്ന കുട്ടിയൊന്നും അല്ല, പക്ഷേ ഓളെന്ത് ചെയ്തു? നേച്ചറിന് വേണ്ടി ഓള് ഫൈറ്റ് ചെയ്തു. ഹു ലവ്സ് ദ ഫോറസ്റ്റ്. ഓൾക്ക് ആ കാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഷീ ലവ്സ് ദ ഫോറസ്റ്റ്. ഷീ ലവ്സ് ദ ഫോറസ്റ്റ് and considered it as her own. ഈ ഫോറസ്റ്റ് ഞങ്ങളതാണ്. So she is thinking nature is our home. She thinks that nature is our home, forest is our home. Then she loved the forest and knew that she could do something to save it. So she loves the nature. ഓള് സ്നേഹിക്കുന്നു നേച്ചറിനെ. ഓള് സ്നേഹിച്ചിട്ട് ഈ നേച്ചറിന് വേണ്ടി എന്തെങ്കിലും എൻ്റെ സഹായം ചെയ്യണം എന്ന് വിചാരിച്ചിൻ്റെ ഒരു കുട്ടിയാണ്. ഇൻ കോളേജ് ഷീ പഠിച്ചിട്ട് കോളേജ് പോകുമ്പോഴേക്കാണ് ഓൾ എന്ത് ചെയ്തു? ഷീ ബിക്കേം എ പാർട്ട് ഓഫ് സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റ്. സോ സേവ് ദ ഫോറസ്റ്റ്, കാട് രക്ഷിക്കണം, അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റിനെ ഓള് ലീഡർഷിപ്പ് ടുക്ക്. She went on nature walks with children on weekends. ആഴ്ചയിൽ ഒരു ദിവസം ലാസ്റ്റ് ഫ്രീ ഡേ, ഒരു ദിവസം ഹോളിഡേ കിട്ടിയാൽ ഓൾ ഫോറസ്റ്റിലേക്ക് പോവും. അവിടുത്തെ സൗന്ദര്യം
explaining that our survival is linked with survival of the forest. She എപ്പോഴും പറയും ഫോറസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത്. അതാണ് ഓളെ മെയിൻ ഉണ്ടായ തീം. ഷി ലവ്സ് നേച്ചർ. സോ ദിസ് ഈസ് ദ ക്ലിപ്പിംഗ് ഫ്രം ദ ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പർ, ജാർഖണ്ഡിലെ ന്യൂസ് പേപ്പറിൽ വന്ന ക്ലിപ്പിംഗ് ആണ്. Now discuss with your friend and answer the following question. So ഈ ക്ലിപ്പിംഗ് വെച്ചിട്ട് 2-3 ചോദ്യങ്ങളുണ്ട് ഇവിടെ. അത് നിങ്ങൾക്കുള്ളതാണ്. വാട്ട് ഈസ് ദ ന്യൂസ് ഐറ്റം അബൌട്ട്? സോ ഈ ന്യൂസിൽ എന്തുണ്ടായതെന്ന് പറയാൻ പറ്റുമോ? യു ക്യാൻ ഗിവ് ദ ആൻസർ. യെസ്. സോ അബൌട്ട് സൂര്യമണീസ്, ഷീ ലവ്സ് നേച്ചർ ആൻഡ് ഷീ സേവ്സ് ദി നേച്ചർ. Then second question, Suryamani works hard to save the forest. Have you ever made any attempt to save nature? നിങ്ങൾ എന്തായാലും നിങ്ങളെ ഭാഗത്ത് എന്തായാലും പ്രയത്നം ഉണ്ടായിട്ടുണ്ടോ നേച്ചർ സേവ് ആക്കാൻ വേണ്ടി? നിങ്ങൾ എന്തായാലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? സോ യു ഹാവ് ടു റൈറ്റ് ദ ആൻസർ. എന്തെങ്കിലും നിങ്ങൾ മേ ബി യു ആർ പ്ലാന്റിങ് സം ട്രീ, സം പ്ലാന്റ്സ്, നിങ്ങൾ ചെടികൾ നടാം. ഓർ യു മേഡ് സംതിങ്. സോ വേസ്റ്റേജ്, വാട്ടർ വേസ്റ്റേജ് നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനത്തെ എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് എന്താക്കാം? യു ക്യാൻ റൈറ്റ് ദ ആൻസർ. ദെൻ തേർഡ് വൺ, അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. ഫോറസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും. അതാണ് ഈ എഗ്രിമെൻറ്റ്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ യോജിപ്പുണ്ടോ? ഫോറസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഡിസ്കസ് ദിസ് വിത്ത് യുവർ ഫ്രണ്ട്. ദെൻ നൗ യു സീ, imagine you are going on a nature walk with your teacher. How would that experience be? List them below in appropriate columns. You may seek the help of your teacher. So here one activity is that imagine you are going on a nature walk. So you are walking. ഒരു ദിവസം നിങ്ങൾ എവിടെ പോവുക? നേച്ചർ കാണാൻ വേണ്ടി നിങ്ങൾ പോകുകയാണ്. So here is the video clipping. You just watch it. Nature's plenty. Now you can watch the video of a forest. You just imagine walking on the forest. Then what are the experiences that you may have during nature walk? So what are the things you can see in the forest? What are the things you can hear in the forest? Then what are the things you can smell in the forest? So look at these columns. I could see, I could hear, I could smell. Now, in the forest, you can see something. No, you can hear something. So you have to make 3 columns here. So already I have given you 3 columns. I could see, I could hear, I could smell. So 3 columns are there. So you can write the answers in 3 columns. First column, I could see. What could you see in the forest? What you saw in the forest? You saw maybe big trees, then small plants, then yes, flowers. You saw flowers, then you saw birds, then waterfall,
Yes. So you can write all these things in the I could see column. Okay. You can write big trees, small plants, many type of plants, then flowers, then you see നിങ്ങൾ എന്തെല്ലാം കണ്ടു അതെല്ലാം എഴുതണം. I could see. Then second para I could hear. What you could hear, എന്ത് കേട്ടു. So hear means what you heard. Maybe you heard the sound of the birds, maybe sound of the animals, maybe buzzing of bees. എന്ന് പറഞ്ഞാൽ എന്ത്? ദുംബികൾ, ചേന, ഈച്ചകൾ. സോ അത് പോകുന്ന ആ സൗണ്ടില്ലേ അതാണ് ബസ്സിങ് ഓഫ് ബീസ്. ദെൻ റോറിങ് സൗണ്ട് ഓഫ് വാട്ടർഫോൾസ്, വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം. ദെൻ chatter of monkeys. If you go to the forest, maybe you find there monkeys also. They are also making sound. So you can write the birds sound. They are singing. The birds are singing. So you can write the chirping of birds, the sound of the birds you can hear. Then, so you understood now what you have to write. All these things you have to write in the column as shown in the video. Same thing. So I could see, I could hear, and I could smell. What smell you can get? The fragrance of flowers. The fragrance of the smell, good smell, maybe the various flowers smell. Different types of flowers are there in the forest, so you can smell it. You can sense it. Maybe the silence of the forest. You can also sense it, the silence of the forest. Then the cool wind. Then calm atmosphere. നല്ല നിശബ്ദമായ വാതാവരണം. So atmosphere, calm atmosphere. All these we can smell or sense it in the forest. Okay, you understood everything? So already I have given you the homework. So to write about some sentence about a forest. Now you can write with the column. I could see, I could hear, and I could smell. So these are the three columns. In these separate columns you have to write what you have seen, what you heard, and what you have smelled or sensed. Now write in a paragraph what you would see, hear, smell in a forest. Okay, so you have already written in the three columns, but now there is one more activity for you to write in a paragraph. So same thing what you have written in I could hear, I could smell, I could hear, all these things you have to put in a paragraph. Okay, can you write? Okay, you have to show me the homework. Okay, now let us begin the one lesson. How far is the river? The author is Ruskin Bond. Who wrote this story? Ruskin Bond. What is his name? The author's name is Ruskin Bond. So he was born in 1934. He is an Indian writer who writes in English. So he is mainly Indian writer, but he writes English stories. So many children's story also he wrote. So he is a famous children's story writer. Here is a boy who sets out on a trip. So the story is about a boy. He went for a trip. ഒരു കുട്ടി എങ്ങോട്ട് പോയി? ട്രിപ്പിന് പോയി. എവിടെ? ടു അപ്രിഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ആ കുട്ടി എവിടെ പോയതാണ്? ടു അപ്രിഷിയേറ്റ് ദ നേച്ചർ, ആസ്വാദിക്കാൻ, നേച്ചർ ആസ്വാദിക്കാൻ വേണ്ടി അവന് പോയത്. വേർ ഡസ് ഹി ഗോ? എവിടെ പോയി? വാട്ട് ഡസ് ഹി സീ ദേർ? എന്ത് കണ്ടു? ഹൗ ഡസ് ഹി ഫീൽ? പിന്നെ എന്ത് ഓന് ഫീൽ ചെയ്തു? സി, 3 questions are there here. Where does he go? എവിടെ പോയി? Where means എവിടെ പോയി. Then what does he see there? അവിടെ അയാൾ എന്ത് കണ്ടു? Then who does he feel? How does he feel? അയാൾക്ക് ആ കുട്ടിക്ക് എന്ത് ഫീൽ ഉണ്ടായി?
Let us find out. The heading is how far is the river. River means what? Yes, you know the meaning. Between the boy and the river stood a mountain. So the boy is middle between. The river is that side and mountain is this side. So where is the boy? The boy is in the middle. Okay, between. Between means middle. Naduvil. The boy was young. The boy was young means small boy he was. And the river was small. The boy was also small. The river also small. But the mountain was big. The mountain was very big. The boy was small. The river also small. But the mountain was very big. The thickly forested mountain hide the river. അത്രമാത്രമല്ല ആ മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് കാടാണ്. എവിടെ ആ റിവർ അപ്പുറത്തെ സൈഡിൻ്റെ റിവർ ഈ കുട്ടിക്ക് കാണാൻ കഴിയുന്നില്ല. സോ വി ടോൾഡ് ഓൾറെഡി സർ ദ ബോയ് ഈസ് that side, the middle is the mountain and the river is this side. Okay, so he cannot see anything. He had never seen the river with his own eyes. So he cannot see the river with his own eyes. അവനെ കണ്ണിന് കാണാൻ സാധിക്കുന്നില്ല. അത്ര വലുതായിട്ട് മൗണ്ടെയിൻ മീൻസ് പർവ്വതം, ശിഖരം. But from the villages he had heard of it. But he heard something. He did not see the river. But the villagers, നാട്ടുകാർ, ആൾക്കാർ പറയുക, there is one river. Okay, from the villages he had heard of it, of the fish in its water and of its rocks. അത്രമാത്രമല്ല, അവിടെ എന്തെല്ലാം ഉണ്ട്, റിവറിൽ പോയാൽ എന്തെല്ലാം കാണാൻ കിട്ടും? ഫിഷ്, യെസ്, ഫിഷ്, ക്രാബ്, റോക്സ്, അതെല്ലാം കാണാൻ കഴിയും. He wished to touch the water. So അവന് എന്താ വേണം? ആ വെള്ളം, ആ പുഴയിൽ ഒഴുകുന്ന വെള്ളം എന്താക്കണം? ടച്ച് ചെയ്യണം. He want to touch it and know it personally. അത്രമാത്രമല്ല, അവന് അത് പേഴ്സണലായിട്ട് കാണാൻ, അത് എത്ര ഭംഗിയുണ്ട്, ആ വെള്ളം പോകുന്ന സ്റ്റൈല് അവന് കാണാൻ കഴിയണം. He stood in front of his house on the hill opposite of the mountain. So he stood in front of his house. So always he is opposite of that river. So he is standing there and looking that side. Hill opposite the mountain. So upper ഇവിടെ mountain and hill അവിടെ ഉണ്ട്. അവിടെ നിന്നിട്ട് പോകാൻ എപ്പോഴും ഈ മൗണ്ടനെ കാണുന്നു. And gazed across the valley, dreaming of the river. എപ്പോഴും അവന് എന്ത് ചിന്ത? ഒരേ ചിന്ത, ആ റിവർ എനിക്ക് കാണണം. He was about 12 years old. 12 വയസ്സ്. A sturdy boy. Sturdy means strong. If you want to write in your notebook. Sturdy means strong. Strong. Okay. Sturdy. STURDY means strong. With untidy black hair. Untidy black hair means he did not brush his hair. And shining black eyes. So how was boy looks like? Boy looks like he is a 12 years old. Then he is a strong boy and his untidy black hair and shining black eyes. He had fine features and a clear brown skin. അവന് കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ നല്ല 12 വയസ്സിൻ്റെ കുട്ടി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. നല്ല കാണാൻ അവൻ്റെ ഐസ് വെർ ഷൈനിങ്. പിന്നെ അവൻ്റെ ഹെയർ അത് അൺടൈഡി, അത്ര ക്ലീൻ ആയിട്ട് ബ്രഷ് ചെയ്തിട്ടില്ല. ദെൻ ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഹി ഹാഡ് ബ്രൗൺ സ്കിൻ. കാണാൻ ഇങ്ങനെയുണ്ട് അവന്, അത്ര വെളുത്ത നിറമൊന്നും അല്ല, കുറച്ച് ബ്രൗൺ കളർ. ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് വെർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ്, അവൻ്റെ കൈകൾ കാലുകളെല്ലാം കുറേ പണിയെടുത്തിട്ട് ഉണ്ടാവും തോന്നുന്നു, എല്ലാം ഫോറസ്റ്റിൽ വാക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവൻ്റെ ഹാൻഡ്സും പിന്നെ ഫീറ്റ് അതെല്ലാം സ്ക്രാച്ച് ആയിട്ടുണ്ടായി. ഹി വാസ് ബാർ ഫൂട്ടഡ്. സോ ഹി ഡിഡ് നോട്ട് പുട്ട് ഹിസ് സ്ലിപ്പേഴ്സ്. ബാർ ഫുട്ട് മീൻസ്
നോ സ്ലിപ്പേഴ്സ്, ഹി ഡിഡ് നോട്ട് വെയർ ദ സ്ലിപ്പേഴ്സ്, അവന് സ്ലിപ്പേഴ്സ് ഇട്ടില്ല. നോട്ട് ബിക്കോസ് ഹി കുഡ് നോട്ട് അഫോർഡ് ഷൂസ്, പൈസ ഇല്ലാതുകൊണ്ടല്ല, ഓൻ്റെ കയ്യിൽ ഷൂസ് ഉണ്ട് പക്ഷേ ഓന് ഷൂസ് ഇട്ടില്ല. എന്തുകൊണ്ട്? ബട്ട് ബിക്കോസ് ഹി ലൈക്ക്ഡ് ദ ഫീൽ ഓഫ് വാർം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. ഇങ്ങനെ നടക്കാനേ ഓന് ഇഷ്ടം. ആ ഗ്രാസിൻ്റെ മീത്ത മെല്ലെ മെല്ലെ ചവിട്ടിക്കൊണ്ട് നല്ലൊരു ഫീൽ ഉണ്ടാവും അല്ലേ? ഗ്രാസിൻ്റെ മീത്ത നിങ്ങൾ നടന്നിട്ടുണ്ടോ? ആ ഗ്രാസ്, ആ പുല്ലിൻ്റെ മീത്ത നടക്കുമ്പോഴേക്ക് എന്തോ ഒരു നല്ല ഫീൽ ഉണ്ടാവില്ലേ? പിന്നെ ചില കല്ലിൻ്റെ മീത്തൽ നടന്നിട്ട് പോകുമ്പോഴേക്ക് അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും. സോ ഹി ലൈക്ക് ദാറ്റ്. So let us stop today this class. We will take in the next class, okay?